നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി മാസത്തെ പൂരോരുട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന കുംഭക്കൂറിലാണ്. കുംഭക്കൂറുകാർക്ക് ചാരവശാൽ 5-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. നല്ല ദൈവാധീനമുള്ള സമയമാണ്. അതുപോലെ തന്നെ ഭാഗ്യാധിപതി ലഗ്നത്തിൽ തന്നെ സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നത്. എല്ലാ ഭാഗ്യവും അനുഭവിക്കാൻ യോഗമുണ്ട്. ബുധശുക്ര യോഗം ലഗ്നത്തിൽ വന്നത് കാരണം കൊണ്ട് തന്നെ ശാരീരികമായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ ഭൗതികമായ സുഖങ്ങളും നേടാനായിട്ട് സാധിക്കും. ആഭരണങ്ങൾ വാങ്ങാം, നല്ല ഭക്ഷണം കഴിക്കാം, യാത്രകൾ കൊണ്ട് ഗുണം അനുഭവിക്കാനിട വരിക. ഇങ്ങനെ എല്ലാ രീതിയിലുള്ള നേട്ടങ്ങൾക്ക് യോഗമുണ്ട്. ബുധശുക്രന്മാർ ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ദോഷമുണ്ട്. കാരണം രാഹുവും സൂര്യനും കൂടി ലഗ്നത്തിലാണ്. അപ്പോൾ ഒരു ചതുർഗ്രഹ യോഗം എന്ന് പറയുന്നൊരവസ്ഥ വന്നാലും ചെറിയൊരു പ്രവൃത്തിയാണ്. അപ്പം അത് കാരണം കൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ പോലും അത് ഒരു സന്യാസയോഗം പോലെയുള്ള കാര്യങ്ങളുള്ള കാരണം കൊണ്ട് രണ്ടുപേരും രണ്ടുപേരുടേതായിരിക്കുന്ന ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്ന രീതിയാണ് കാണുന്നത്. 7-ാം ഭാവത്തിൽ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളോ ആർക്കെങ്കിലും രോഗാവസ്ഥ കൊണ്ടുള്ള പ്രശ്നങ്ങളോ അനുഭവിക്കാൻ ഇടവരാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ നാഗദോഷ പരിഹാരമായിട്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യുകയും ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും 2-ലെ ശനിയും ഒരു ഭാവമധ്യസ്ഥിതി ആയതുകൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും തടസ്സമില്ലാതെ നടക്കാനായിട്ട് സാധ്യതയില്ല. എന്ത് ചിന്തിച്ചാലും ആദ്യം ഒരു തടസ്സം വന്നതിന് ശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ളൂ. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ സ്ഥിര ശ്രദ്ധ കുറയാൻ യോഗമുള്ളൂ സാധ്യതയുള്ളൊരു സമയമാണ്. ലഗ്നത്തിൽ നിപുണായോഗം ചെയ്ത് ബുധൻ നിൽക്കുന്ന കാരണം കൊണ്ട് നല്ല ബുദ്ധിയും നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവും ഉണ്ടാകും. പക്ഷേ അതനുസരിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയാണ് കുറവ് കാണുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഗണപതി ഹോമം ചെയ്യുക, സാരസ്വത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തുകൊണ്ട് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. 5-ൽ വ്യാഴം നിൽക്കുന്ന കാരണം കൊണ്ട് മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനും മക്കൾക്ക് അഭിവൃദ്ധിക്കും യോഗമുള്ള ഒരു സമയം തന്നെയാണ്. 23-ാം തീയതി ചൊവ്വ ലഗ്നത്തിലേക്ക് വരുമ്പോൾ ദേഷ്യം, എടുത്തിയാട്ടം, തലവേദന ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതലായിട്ട് ഭൂമി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ അതിൻ്റേതായിരിക്കുന്ന രീതിയിലുള്ള വിഷമങ്ങൾക്ക് യോഗമുണ്ട്. പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ച മീനക്കൂറാണ്. മീനക്കൂറുകാർക്ക് അത്ര അനുകൂലമായിരിക്കുന്ന ഗുണം പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് 4-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്, ലഗ്നത്തിലാണ് ശനി. അപ്പോൾ ലഗ്നത്തിൽ ദുരിതഭവനാധിപതിയായിരിക്കുന്ന ശനി നിൽക്കുന്ന അലസത, നിരാശ പോലെയുള്ള കാര്യങ്ങൾ, ഉന്മേഷക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പോകാനായിട്ട് യോഗമുള്ളത് കാരണം കൊണ്ട് ആ സമയത്ത് വിദേശത്തോ വീട് വിട്ട് അന്യദേശത്തോ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പോകാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കർമ്മസംബന്ധമായിട്ട് അനുകൂലാവസ്ഥയാണ്. വിഷ്ണു ക്ഷേത്രം, നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന, ശത്രുദോഷാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് ശത്രുദോഷ പരിഹാരമായിട്ട് ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക് ദേവീക്ഷേത്രത്തിൽ ചെയ്യുക. ഇങ്ങനെയുള്ള വഴിപാട്, പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂരോരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. തൊഴിലില്ലാത്തവർക്ക് നല്ല ജോലി കിട്ടാനായിട്ട് യോഗമുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത് കാരണം പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധ കൊടുക്കാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.